നമസ്കാരം. ഇന്ന് വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഹെബ്രോൻ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. യഹൂദ്യ മലനാടിൻ്റെ തെക്കേ യെറുശലേമിന് ഏകദേശം 30 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറുള്ള ഒരു പട്ടണമാണ് ഹെബ്രോൻ. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 3040 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. തുടർച്ചയായി ജനവാസമുള്ള പാലസ്തീനിലെ പുരാതന പട്ടണങ്ങളിൽ ഒന്നാണിത്. ധാരാളം നീരുറവകളും കിണറുകളുമുള്ള ഈ സ്ഥലം മുന്തിരിക്കും ഒലിവിനും പ്രസിദ്ധമാണ്. BC 17-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഈ പട്ടണത്തിൻ്റെ പുരാതനമായ പേര് കിര്യത്ത് അർബ എന്നായിരുന്നു. ഇത് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിലും യോശുവയുടെ പുസ്തകത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അതിൻ്റെ അറബി നാമമായ അൽ ഖലീൻ എന്നത് സ്നേഹിതൻ്റെ സ്ഥലം എന്ന അർത്ഥത്തിലാണ്. അൽ ഖലീൻ സ്നേഹിതൻ്റെ സ്ഥലം എന്ന അർത്ഥത്തിൽ ആ പേര് വരാൻ കാരണം ദൈവത്തിൻ്റെ സ്നേഹിതനായ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിലും യെശയ്യാവിൻ്റെ പുസ്തകത്തിലും യാക്കോബ് ശ്ലീഹായുടെ പുസ്തകത്തിലുമൊക്കെ ഇതിനെപ്പറ്റി സൂചനകളുണ്ട്. മക്ഫേല ഗുഹ ഹെബ്രോനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്നത്തെ ഹറം എൽ ഖലീലിൽ സ്നേഹിതൻ്റെ പുണ്യഭൂമി എന്ന അർത്ഥം വരുന്ന അൽ ഖലീലിലാണ്. ഇത് പിന്നീട് ലേവിയ പട്ടണമായി മാറി. 100 സങ്കേത നഗരങ്ങളിൽ ഒന്നാണിത്. ദാവീദ് രാജാവിൻ്റെ ആദ്യകാല അഭയകേന്ദ്രങ്ങളിലൊന്നും രാജാവായി അഭിഷേകം ചെയ്ത സ്ഥലവും കുറേ കാലം ദാവീദ് രാജാവിൻ്റെ തലസ്ഥാന നഗരിയും 7.5 വർഷക്കാലം ഹെബ്രോൻ ആയിരുന്നു. അബ്ശലോമിൻ്റെ ദാവീദ് രാജാവിനെതിരെയുള്ള പ്രവർത്തന രംഗവും ഹെബ്രോനായിരുന്നു. വിഭജിത രാജവാഴ്ചയുടെ കാലത്ത്, അതായത് BC 924 മുതൽ BC 586 വരെ രെഹോബെയാം ഹെബ്രോൻ്റെ കോട്ടകളെ ബലപ്പെടുത്തി. പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്നവർ പലരും ഹെബ്രോനിൽ താമസിച്ചു. BC 164 യൂദാസ് മക്കാബിയാസ് ഈ ദേശം പിടിച്ചെടുത്തു. 1 മക്കാബിയരിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുരാവസ്തു ഗവേഷണ ഫലമായി BC 8-ാം നൂറ്റാണ്ടിലെ മൺകലങ്ങളും കുളങ്ങളും ഒക്കെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മഹാനായ ഹെറോദാവിൻ്റെ കാലത്തെ വിശിഷ്ടമായ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ പലതും ഇന്നും ഹറം എൽ ഖലീലിൽ കാണപ്പെടുന്നു. ഇത് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹെബ്രോൻ എന്ന സ്ഥലത്തെ പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.